കണ്ണൂർ മേയറായി പി ഇന്ദിരയെ തെരഞ്ഞെടുത്തതായി കെപിസിസി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ. കോർപ്പറേഷൻ പയ്യാമ്പലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുൻ ഡെപ്യൂട്ടി മേയർ ഇന്ദിരയെ ഏകകണ്ഠമായാണ് തെരഞ്ഞെടുത്തതെന്നും സുധാകരൻ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ കേഡർ രീതിയിലാണ് ഇനി കോൺഗ്രസ് പ്രവർത്തിക്കുകയെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. പാലക്കാട് പ്രവാസിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം വണ്ടൂർ സ്വദേശി മുഹമ്മദ് അലിയെ കണ്ണും കൈയും കെട്ടി വീടിനകത്ത് പൂട്ടിയിട്ടതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 8 പ്രതികൾ അറസ്റ്റിലായ കേസിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ 6-ാം തീയതിയാണ് പാലക്കാട് ചാലിശ്ശേരിയിൽ കാറ് തടഞ്ഞു നിർത്തി തോക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 6-അംഗ സംഘം പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത്. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അലിയെ ഒറ്റപ്പാലത്തെ ഒരു വീട്ടിലേക്ക് മാറ്റിയെങ്കിലും അവിടെ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ടു. അന്ന് വ്യവസായിയെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പ്രതികൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾ 70 കോടി രൂപ ആവശ്യപ്പെടുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ട്. കേസിൽ 8 പ്രതികൾ ഇതുവരെ പിടിയിലായിട്ടുണ്ട്. ഒറ്റപ്പാലം വരോട് സ്വദേശികളായ നജീബുദ്ദീൻ, ഷിഫാസ്, ഫൈസൽ, മുസ്തഫ, ഷമീർ, ഷാനു, അഭിജിത്ത്, സുധീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇന്നോവ കാറിലെത്തിയ സംഘത്തിനായി അന്വേഷണം തുടരുകയാണ്. കേസിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. 6-അംഗ സംഘത്തെ പിടികൂടിയാൽ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുമെന്നാണ് അനുമാനം. അതേസമയം പോലീസ് പിടികൂടിയ 8 പ്രതികളെ കോടതി കസ്റ്റഡിയിൽ അനുവദിക്കാതായതോടെ അന്വേഷണ സംഘം കുഴഞ്ഞു. പ്രധാന പ്രതികളിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചെങ്കിലും കസ്റ്റഡി ഇതുവരെ അനുവദിച്ചിട്ടില്ല. ജനം, പാലക്കാട്.